അപ്പോൾ നമുക്കിങ്ങനെ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിക്കാമെന്ന് പഠിച്ചാലോ. ഈ ഒരു മൾട്ടിമീറ്റർ വെച്ചിട്ടാണ് നമ്മുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ കംപ്ലൈൻ്റ് ഒക്കെ ചെക്ക് ചെയ്യാൻ. അപ്പോൾ അതിന് അവിഭാജ്യ ഘടകമാണ് കേട്ടോ ഈ ഒരു മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മീറ്ററിൽ നിങ്ങൾക്ക് ഒരു നോബ് കാണാൻ പറ്റും. അതിന് ചുറ്റും ഒരുപാട് ചിഹ്നങ്ങൾ അതുപോലെ ഡിജിറ്റൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യുക, അതാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ ഒരു തിരിച്ചു കൊടുക്കുന്ന നോബ് കണ്ടില്ലേ, ഇതിങ്ങനെ നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് ചുറ്റും കറക്റ്റ് വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മൾട്ടിമീറ്ററിൽ കണക്ട് ചെയ്യേണ്ട 2 പ്രോബാണ് കേട്ടോ. അതിന് പ്രോബ് എന്നാണ് പറയുക, ബ്ലാക്ക് വൈറ്റ് കളറിൽ. അപ്പോൾ അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, ഈ കോമൺ എന്ന് എഴുതിയതാണ് ഈ ഒരു ബ്ലാക്ക് കളറ്. അത് 3ാമത്തെ പിന്നിലേക്കാണ് ഇത് കണക്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഈ റെഡ് കളർ, അത് ഇതിൻ്റെ സെൻറ്ററിലെ പിന്നിലാണ് കണക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു മീറ്റർ വെച്ചിട്ട് ഫസ്റ്റായിട്ട് തന്നെ എങ്ങനെ നമുക്ക് വോൾട്ടേജ് എങ്ങനെ ചെക്ക് ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്കങ്ങനെ DC വോൾട്ടേജാണ് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. DC വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ അത്, ഈ ഒരു സെക്ഷന്. 200 മില്ലി വോൾട്ട് മുതൽ 1000 വോൾട്ട് വരെ നമുക്ക് ഈ ഒരു മീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ കറക്റ്റ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1000 വോൾട്ട് വരെ മാക്സിമം നമുക്ക് ഈ ഒരു മീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു DC വോൾട്ടേജ് ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു നോബ് തിരിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് 9 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന വോൾട്ടേജിൻ്റെ കൂടുതൽ വാല്യൂവിൽ ഇട്ടിട്ട് വേണം ചെക്ക് ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ ഈ മീറ്റർ കംപ്ലൈൻ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ 9 വോൾട്ട് ബാറ്ററി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 20ലാണ് ഇട്ടിട്ടുള്ളത്, 20 വോൾട്ടിൽ. അപ്പോൾ അതിൽ ഇട്ടതിൻ്റെ ശേഷം നമുക്ക് ഈ ഒരു പ്രോബ് കറക്റ്റായിട്ട് ബാറ്ററിയുടെ ടെർമിനലിൽ വെച്ച് വെക്കാം. ഇപ്പോൾ ഈ ഒരു ബാറ്ററിയിൽ നിന്ന് വരുന്ന വോൾട്ട് കറക്റ്റ് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. 9 വോൾട്ടാണ് ഔട്ട്പുട്ടായിട്ട് ഈ ഒരു ബാറ്ററിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ DC വോൾട്ട് എല്ലാ ബാറ്ററിയിലും വരുന്നതൊക്കെ നമുക്കിത് ഈ ഒരു ഓപ്ഷനിൽ ഇട്ടിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് നമ്മുടെ റിമോട്ടിൻ്റെ ബാറ്ററിയാണ്. ഇതിൽ നിന്ന് 1.24 വോൾട്ടാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇതിൽ സാധാരണ വരുന്നത് 1.50 ആണ്. അപ്പോൾ കുറച്ച് പഴയതായതുകൊണ്ടാണ് വോൾട്ടേജ് കുറച്ച് ഡൗൺ ആയത് കേട്ടോ. അപ്പോൾ എങ്ങനെ DC വോൾട്ടേജ് ചെക്ക് ചെയ്യാമെന്ന് നമുക്ക് പഠിച്ചു. നമുക്ക് അടുത്തതായിട്ട് AC വോൾട്ടേജ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ AC വോൾട്ടേജ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് കേട്ടത്. അതിൻ്റെ ചിഹ്നം അവിടെ കാണാൻ കഴിയും, V, പിന്നെ ഒരു വേവിൻ്റെ ചിഹ്നം. അപ്പോൾ 200 വോൾട്ട് മുതൽ 750 വോൾട്ട് വരെ AC വോൾട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ AC കറണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ KCB എന്ന് വരുന്ന നമ്മുടെ പ്ലഗിൽ സോക്കറ്റിലൂടെ വരുന്ന കറണ്ടാണിത്. അപ്പോൾ അതിൻ്റെ അളവ് നമുക്ക് ഇതിലിട്ടിട്ട് ചെക്ക് ചെയ്യാം, അങ്ങനെ നോക്കാം. അപ്പോൾ 230 വോൾട്ട് 240 ലെവലിലൊക്കെ അല്ല നമ്മുടെ വീടുകളിൽ ലഭിക്കുക. അപ്പോൾ ഒരു 750 ഇടണം. കിട്ടുന്നതിൻ്റെ വാല്യൂവിൻ്റെ മുകളിലാണ് നമ്മുടെ നോബ് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ 750 വോൾട്ടിൽ ഇട്ടിട്ട് വേണം ഒരു 230 240 വോൾട്ടൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ